ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മൾ ഈ ഒരു സീസണിൽ ചക്ക ഏറ്റവും കൂടുതൽ കിട്ടുന്നില്ലേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ ചക്കയപ്പം ഉണ്ടാക്കാമെന്ന്. ഇത് പല നാട്ടിലും പല പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. നമ്മൾ ചക്കയപ്പം എന്ന് പറയും, അല്ലെങ്കിൽ കുമ്പിളപ്പം, എടനിയപ്പം, പിന്നെന്താ വഴനയപ്പോ, പിന്നെ വാഴനയപ്പം, അങ്ങനെ കുറേ അധികം പേരിൽ ഇത് അറിയപ്പെടുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് ഇല അടുത്തുണ്ട്. അപ്പം അതൊന്ന് പറിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളേതായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ അതും ഇരിക്കുന്നു. അത് ഭയങ്കര ബിസിയാണ് ഗൈസ്. ഇതാണ് രാവിലെ തുടങ്ങിയ പരിപാടിയാണിത്. ഇതെപ്പോൾ തീരുമെന്ന് അറിയത്തില്ല. കാർട്ടൂണാണെന്നാണ് തോന്നണത്. ചക്കയപ്പം ഈ സീസണിൽ ചക്കയപ്പം കഴിച്ചിട്ടേ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ചക്കയപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു റവ വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറാന്ന് പറഞ്ഞു. റവയും പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടെ. അപ്പോൾ വിചാരിച്ചു അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ പൊളിയാണല്ലോ. ഞങ്ങൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നിങ്ങളെങ്ങനെ ചെയ്യുന്നതെന്ന് കമൻറ്റ് ഇടുന്നത്. അപ്പം നമുക്ക് അത് പറിക്കാൻ പോകണം. നല്ല വെയിൽ. നമ്മുടെ അപ്പത്തിൻ്റെ ഇല ഇരിക്കുന്ന സ്പോട്ടാണ് കേട്ടോ അവിടെ. അത് ആ പറമ്പിൽ വേണം പോയിട്ട് നമ്മൾ ഇല പറിക്കാൻ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതാ കണ്ടോ ആ കൂടി നിൽക്കുന്ന ഇല, ഇതാണ്. അപ്പം നമ്മളിങ്ങനെ പോയിട്ട് അത് പോയി പറിച്ചിട്ട് ഇങ്ങോട്ട് വരണം. നടന്നോളിയേ. ഇതാണ് ഗേസ്, ഇതാണ് ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് മതിൽ ചാടാൻ വേണ്ട. അപ്പോൾ പാമ്പുണ്ടാവുമോ? പാമ്പുണ്ടാവുമോ അമ്മ? പോയാലോ? ഞാൻ ഇപ്പം തന്നെ ഞാൻ വീണാന്. ഇവിടുന്ന് ആരും പറക്കലില്ല. വെരി ഡേഞ്ചറസ് കാട്. അച്ഛനായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ അവിടെ വരെ പോകണ്ടേ? ആദു ആരോട് പറയേ? അങ്ങനെ കേസ് ഞങ്ങളിതാ അടുത്തെത്തിയിരിക്കുന്നു. ഞങ്ങളല്ല, അമ്മ അടുത്തെത്തിക്കഴിഞ്ഞു. ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ പിന്നെയും ബാക്കിലാണ്. ഇത് തോരൻ വെക്കുന്ന ഇലയാണോ അമ്മ? ഈ താഴെ കിടക്കണേ കണ്ടിട്ട് എങ്ങനെയുണ്ടല്ലോ. എത്തുവോ? പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഇവിടെ. ഇതൊക്കെ എന്ത് രസാ അമ്മ. ഇത് എന്തല്ലേ അമ്മ ഈ ചേമ്പിൻ്റെ പോലെ കാണുന്നേ? പൂച്ചെടിയാ ഇത്? നമുക്ക് നട്ടൂടെ? ഒരു 2-3 പറിച്ചാൽ മതി, എന്നിട്ട് പോവാം നമുക്ക്. ഇതുണ്ട് ഇങ്ങനെയുള്ളൊരു ലാൻഡായിരുന്നു. ഈ ലാൻഡാണ് അവർ ഇതേപോലെ ഫുള്ള് വില്ലയാക്കിയിട്ട് ഈ ഒരു സെഷനിലേക്ക് ഇങ്ങനെ ആയിക്കൊടുത്തത്. ഇവിടെ ഒരു 18ഓളം വീടുകളുണ്ട്. ഏകദേശം എല്ലാം ഒരേ ഇതാണ് കേട്ടോ, മോഡലാണ്. കഴിഞ്ഞോ? എത്ര പറിച്ചു? കയറാൻ കുഴപ്പമില്ല, ഇറങ്ങാനാണ്. ഇതാ ഈ ഒരു ഇലയുണ്ടല്ലോ, ഇത് നമ്മൾ പണ്ട് കയ്യിൽ ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റില്ല. ഒരു കയ്യിൽ ഫോണാണ്. ഇതിങ്ങനെ അതല്ല അല്ലേ, പണ്ട് നമ്മൾ ഈ സ്കൂളിലൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ വെക്കൂലേ, ആ ഒരു ഇല പോലെ എനിക്ക് തോന്നി കണ്ടിട്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ അതല്ല കേട്ടോ, ഇത് വേറെ എന്തോ അല്ലേ. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ, അടിപൊളി. പണ്ട് നമ്മൾ കുട്ടിക്കാലത്തുണ്ടല്ലോ ഇങ്ങനത്തെ, നമ്മൾ വയനാടാണ് ജനിച്ച് വളർന്നത്. അപ്പോൾ വയനാട് ജനിച്ച് വളർന്ന സമയത്ത് നമുക്ക് അവിടെ ഫുള്ള് കാടാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്താക്കും, ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടെ ചെറുതായിട്ട് അടുപ്പൊക്കെ കൂട്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഓരോരുത്തരും ഓരോരോ സാധനം, അരി, പഞ്ചസാര, അങ്ങനെ ഓരോന്ന് കുറച്ച് എടുത്തിട്ട് വരും. എന്നിട്ട് നമ്മളൊരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് നമ്മൾ ചോറും കറിയൊക്കെ വെക്കുമായിരുന്നു. എന്നിട്ട് അതിൽ ഫസ്റ്റ് പ്രൈസൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെ എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് ആ ഒരു നൊസ്റ്റു അടിച്ചു കേട്ടോ. അയ്യോ, അമ്മ എന്നെ കൂട്ടാണ്ട് പോയി. അയ്യോ, ഇതിൽ കൂടെ പതുക്കെ ഇറങ്ങിയിട്ട് ഇവിടെ ഇരിക്കാൻ. പക്ഷെ നമ്മൾ പാമ്പിനെ പേടിക്കണം. അപ്പം നമുക്കിങ്ങനെ പോവാം. കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഏരിയ ഇവർ ഇതേപോലെ തന്നെ വില്ലയാക്കാൻ വേണ്ടി ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭംഗിയും കൂടെ പോവും. ഇതൊക്കെ നല്ല രസമായിരുന്നു അല്ലേ കാണാൻ. നമ്മളിതാ വീട്ടിലേക്ക് കയറുകയാണ്. അയ്യോ, ഇവിടേക്ക് വന്നപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് അമ്മേൻ്റെ മാങ്ങയാണ്. ഇതിൻ്റെ 2 നമ്മൾ പഴുത്തിട്ട് പറിച്ചു കേട്ടോ. നല്ല
പുളിയും നല്ല മധുരമുള്ള നല്ല മാങ്ങ. പച്ച നമ്മൾ വെക്കുമ്പോൾ നല്ല പുളിയാണ്, നമുക്ക് ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ സൂപ്പറാണ് ഈ മാങ്ങ. പഴുത്തപ്പോൾ പുളിയും മധുരവും കൂടെ കൂടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ബിസി മാൻ കഴിഞ്ഞില്ല അതോ അപ്പം നമുക്ക് ഇത്രയും ഇലയാണ് കേട്ടോ കിട്ടിയേ. ഇതിനകത്ത് ഫുള്ള് കുത്തും പാണ്ടൊക്കെയാണല്ലോ അമ്മ. അയ്യോ, തളിരില വേണമെന്ന് തോന്നുന്നു അല്ലേ? എന്നാലും കുഴപ്പമില്ല. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ ചക്കയപ്പം ഉണ്ടാക്കുന്നത്. അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടേ ഭയങ്കര തണുപ്പായി പോയി. അപ്പോൾ അതിൻ്റെ പല്ലെല്ലാം കൂടെ പോകുന്നൊരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. ആഹാരം തണുത്തെടുത്തിട്ട് അപ്പാടെ വായിലിടരുത്, എനിക്ക് പറ്റിയ പണി പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതിനെപ്പറ്റി ABCD അറിയില്ല. അമ്മ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല ജ്യൂസായിട്ട് കിട്ടണം ഈ ഒരു പരുവത്തിൽ. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് അരിപ്പൊടിയും പിന്നെ ക്രിസ്പിക്ക് വേണ്ടിയിട്ട് റവയും പിന്നെ നമ്മൾ വെള്ളം ഉരുക്കിയതും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഉരുക്കിയതിൽ തന്നെ ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ. പിന്നെ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഇലയില്ല, അത് കുമ്പിളാക്കിയിട്ട് അതിനകത്ത് വേണം നമ്മളിത് നിറച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈക്കിളി എടുത്തിട്ട് കുത്തിയിട്ട് അത് ഫിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ അമ്മയ്ക്ക് ആരോ ടെക്നിക്ക് പറഞ്ഞു കൊടുത്തു. ആ സൈഡ് വശം എടുത്തിട്ട് ഇങ്ങനെ കൂർപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് വിട്ട് പോവത്തേ ഇല്ല എന്ന് കേട്ടോ പറയണേ. അപ്പോൾ ആ രീതിയിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ, അല്ലെങ്കിൽ കുറേ ഈർക്കിളി നഷ്ടം വന്നു പോയേനെ. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് ആവിക്ക് വെച്ചതിന് ശേഷം എടുത്തിട്ട് ഞാൻ കഴിച്ചു നോക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഇലേൻ്റെയും ചക്കേൻ്റെയും ആ സ്വീറ്റും എല്ലാം കൂടെ അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങളും ആക്കി നോക്കുക.